കേരളത്തിലെ ഓപ്പറേഷൻ തൂഫാനെ മാതൃകയാക്കി രാജ്യവ്യാപക ലഹരി വേട്ടയ്ക്ക് കേന്ദ്ര സർക്കാർ തുടക്കമിട്ടിരിക്കുകയാണ്. രാജ്യത്തെ ലഹരിമരുന്ന് ശൃംഖലകളെ പൂർണ്ണമായി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 3 വർഷം നീളുന്ന വിപുലമായ ലഹരി വിരുദ്ധ പദ്ധതിക്ക് കേന്ദ്രം തുടക്കമിട്ടിരിക്കുന്നത്. യുവതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുകയും ലഹരിമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുകയുമാണ് പദ്ധതിയുടെ പ്രധാന ഉദ്ദേശമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആണ് 3 വർഷം നീളുന്ന ഈ മാസ്റ്റർ പ്ലാൻ രാജ്യത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്. ലഹരി മരുന്നുകളുടെ ഉൽപാദനം, കടത്ത്, വിതരണം, വിൽപ്പന എന്നിവയെ ഒരേ സമയം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സമഗ്ര പദ്ധതിയായിരിക്കും ഇതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേന്ദ്ര ഏജൻസികളും സംസ്ഥാന സർക്കാരുകളും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുക. പദ്ധതിയുടെ ഭാഗമായി പ്രത്യേക വിഷൻ ഡോക്യുമെന്റും പുറത്തിറക്കും. അടുത്ത 3 വർഷത്തിനുള്ളിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സ്വീകരിക്കേണ്ട നടപടികളും ലക്ഷ്യങ്ങളും ഇതിൽ വിശദമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിർത്തി മേഖലകളിലെ നിരീക്ഷണം ശക്തമാക്കുക, രാജ്യാന്തര ലഹരിക്കടത്ത് ശൃംഖലകളെ കണ്ടെത്തുക, രാജ്യത്തിനകത്തെ വിതരണ കേന്ദ്രങ്ങളെ തകർക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കും പദ്ധതിയിൽ പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത വൻതോതിലുള്ള മയക്കുമരുന്നുകൾ നശിപ്പിക്കുന്ന നടപടിയും കേന്ദ്രം സ്വീകരിച്ചു. ഏകദേശം 6000 കോടി രൂപ വില മതിക്കുന്ന 2 ലക്ഷം കിലോഗ്രാമിലധികം മയക്കുമരുന്നുകളാണ് ഇതിനായി തിരഞ്ഞെടുത്തത്. രാജ്യത്തെ ലഹരി മാഫിയകൾക്ക് ശക്തമായ സന്ദേശം നൽകുന്ന നടപടിയായാണ് ഇതിനെ വിലയിരുത്തുന്നത്. സമീപ വർഷങ്ങളായി ഡാർക്ക്നെറ്റ് വഴിയുള്ള ലഹരി മരുന്ന് വ്യാപാരവും രാസലഹരി വസ്തുക്കളുടെ ഉപയോഗവും രാജ്യത്തിന് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഡാർക്ക്നെറ്റ് വഴിയുള്ള ലഹരി ഇടപാടുകൾ കണ്ടെത്താനും തടയാനും പ്രത്യേക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന പുതിയ പദ്ധതിയും കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് രാജ്യവ്യാപാര ഏകോപനം ഉറപ്പിക്കുന്നതിനായി നടന്ന ഉന്നതതല യോഗത്തിൽ 44 മന്ത്രാലയങ്ങളിലെ പ്രതിനിധികളും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 108 ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാകുന്നതിലൂടെ ലഹരി ശൃംഖലകളെ ഫലപ്രദമായി നേരിടാനാകുമെന്നാണ് കേന്ദ്രത്തിന്റെ പ്രതീക്ഷ. കേരളത്തിൽ നടപ്പിലാക്കിയ ഓപ്പറേഷൻ തൂഫാൻ ലഹരി വ്യാപാര സംഘടനകൾക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന വ്യാപക പരിശോധനകളും റെയ്ഡുകളും വഴി കോടിക്കണക്കിന് രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിരുന്നു. കേരളത്തിലെ യുവതലമുറയെ ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന നിരവധി ശൃംഖലകളെ കണ്ടെത്താനും തകർക്കാനും ഓപ്പറേഷൻ തൂഫാനിലൂടെ സാധിച്ചിരുന്നു. ഇപ്പോൾ അതേ മാതൃക രാജ്യവ്യാപകമായി നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. സംസ്ഥാനങ്ങളിലെ പ്രത്യേക സംഘങ്ങളും കേന്ദ്ര ഏജൻസികളും സംയുക്തമായി നടത്തുന്ന നടപടികളിലൂടെ ലഹരി മാഫിയകളുടെ വേരറുക്കാനാണ് ശ്രമം. വരും ദിവസങ്ങളിൽ പരിശോധനകളും നിരീക്ഷണ സംവിധാനങ്ങളും കൂടുതൽ വിപുലമാക്കാനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. രാജ്യത്തിന്റെ ഭാവി തലമുറയെ സുരക്ഷിതമാക്കാനും ലഹരിമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാനും വേണ്ടിയുള്ള നിർണായക ചുവടുവെപ്പായാണ് ഈ 3 വർഷത്തെ പദ്ധതിയെ കേന്ദ്ര സർക്കാർ വിശേഷിപ്പിക്കുന്നത്. രാജ്യവ്യാപകമായി ലഹരി ശൃംഖലകൾക്കെതിരെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ പോരാട്ടത്തിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നതെന്ന വിലയിരുത്തലാണ് ഉയരുന്നത്.